നമസ്കാരം സുഹൃത്തുക്കളെ, ഏവർക്കും അക്ഷയ കേരളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സാധാരണക്കാരെയും പെൻഷൻകാരെയും കർഷകരെയും വീട്ടമ്മമാരെയും നേരിട്ട് ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സർക്കാർ ആനുകൂല്യങ്ങളും പുതിയ അറിയിപ്പുകളുമാണ് പരിശോധിക്കുന്നത്. പ്രധാനമായും ഓണം ക്ഷേമ പെൻഷൻ വിതരണം തുടങ്ങി. പെൻഷൻ വാങ്ങുന്നവർ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയോ? മൊബൈൽ നമ്പർ സംബന്ധിച്ച പ്രധാന കാര്യം. 50,000 രൂപ വരെ ഭവന അറ്റകുറ്റപ്പണി സഹായം, LPG EKYC അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ 1200 രൂപയുടെ കാര്യം, അതുപോലെ PM കിസാൻ 24ാം ഗഡുവിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ സ്ഥിതി എന്നിവയാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദമായി പറയുന്നത്. വീഡിയോ അവസാനം വരെ കാണണം. കാരണം ഓരോ പദ്ധതിയിലും ആർക്കാണ് ലഭിക്കുക എന്നതും എന്താണ് ചെയ്യേണ്ടതെന്നും തീയതി എപ്പോഴാണ് എന്നും എല്ലാ കാര്യങ്ങളും നമ്മൾ വിശദമായി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാനും, ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടതാണ്. ഓണത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനും ക്ഷേമനിധി ബോർഡ് പെൻഷനും വിതരണം ചെയ്യാൻ സർക്കാർ ആരംഭിച്ചിരിക്കുകയാണ്. ഓഗസ്റ്റ് 19 മുതൽ വിതരണം ആരംഭിച്ചു. സാധാരണയായി ക്ഷേമ പെൻഷൻ വിതരണം മാസത്തിന്റെ 25-ാം തീയതിക്ക് ശേഷമാണ് നടക്കുന്നത്. എന്നാൽ ഓണം കണക്കിലെടുത്താണ് ഇത്തവണ വിതരണം നേരത്തെ ആരംഭിച്ചത്. 65 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. ഇതിനായി 1105 കോടി രൂപ അനുവദിച്ചതായാണ് റിപ്പോർട്ട്. അതുകൊണ്ട് പെൻഷൻ ലഭിക്കുന്നവർ സ്വന്തം ബാങ്ക് അക്കൗണ്ട്, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വിവരങ്ങൾ എന്നിവ ശരിയാണോ എന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യം, പെൻഷൻ ലഭിക്കുന്നവർക്ക് മസ്റ്ററിംഗ് സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ നേരത്തെ തന്നെ വന്നിട്ടുണ്ട്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കളുടെ മസ്റ്ററിംഗ് ആരംഭിച്ചിട്ടുണ്ട്. മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ അക്ഷയ കേന്ദ്രം വഴി ആവശ്യമായ നടപടികൾ എത്രയും വേഗം പൂർത്തിയാക്കാൻ ശ്രമിക്കുക. ആധാർ അടിസ്ഥാനമാക്കിയുള്ള ബയോമെട്രിക് പരിശോധനയാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. അതായത് വിരലടയാളം അല്ലെങ്കിൽ ലഭ്യമായ സാഹചര്യത്തിൽ ഐറിസ് ഉപയോഗിച്ച് ഗുണഭോക്താവ് ജീവിച്ചിരിപ്പുണ്ടെന്ന് സ്ഥിരീകരിക്കുന്ന നടപടിയാണ് മസ്റ്ററിംഗ്. പെൻഷൻ ഇപ്പോൾ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞ് മസ്റ്ററിംഗ് വേണ്ട എന്ന് കരുതരുത്. നിങ്ങളുടെ വിഭാഗത്തിന് മസ്റ്ററിംഗ് ബാധകരമാണെങ്കിൽ സമയപരിധിക്കുള്ളിൽ അത് പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ഇനി മറ്റൊരു പ്രധാന കാര്യം, നിങ്ങളുടെ പെൻഷൻ രേഖകളിൽ നൽകിയിരിക്കുന്ന മൊബൈൽ നമ്പർ ഇപ്പോഴും പ്രവർത്തിക്കുന്നതാണോ എന്ന് പരിശോധിക്കുക. പഴയ നമ്പർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, നമ്പർ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ OTP അറിയിപ്പുകൾ ലഭിക്കുന്നില്ലെങ്കിൽ ബന്ധപ്പെട്ട രേഖകൾ അതുപോലെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. സർക്കാർ സേവനങ്ങളിൽ പലതിലും മൊബൈൽ നമ്പർ ഉപയോഗിച്ചുള്ള OTPയും അറിയിപ്പുകളും വരുന്നതിനാൽ നിലവിൽ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ തന്നെ രേഖകളിൽ ഉണ്ടായിരിക്കുന്നത് വളരെ പ്രധാനമാണ്. പെൻഷൻ സംബന്ധിച്ച സംശയങ്ങൾക്ക് ഔദ്യോഗിക സേവന പെൻഷൻ സംവിധാനത്തിലും ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനത്തിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി വീടിന്റെ അറ്റകുറ്റപ്പണിക്ക് സഹായം ആവശ്യമുള്ളവർ ശ്രദ്ധിക്കുക. കേരള ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന ഇംബിച്ചി ബാവ ഭവന പുനരുദ്ധാരണ പദ്ധതി പ്രകാരം അർഹരായവർക്ക് വീടിന്റെ അറ്റകുറ്റപ്പണി 50,000 രൂപ വരെ ധനസഹായം ലഭിക്കും. പ്രധാനമായും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിധവകൾ, വിവാഹബന്ധം വേർപെട്ട സ്ത്രീകൾ, ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ എന്നിവർക്കാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധ, സിഖ്, പാഴ്സി, ജൈന തുടങ്ങിയ ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ അർഹരായ ഗുണഭോക്താക്കൾക്ക് പദ്ധതി ബാധകരമാണ്. വീടിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനുമാണ് സഹായം. ജനാല, വാതിൽ, മേൽക്കൂര, ഫ്ലോറിംഗ്, ഫിനിഷിംഗ്, പ്ലംബിംഗ്, സാനിറ്റേഷൻ, ഇലക്ട്രിഫിക്കേഷൻ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ പദ്ധതിയിൽ പരിഗണിക്കപ്പെടുന്നു. അപേക്ഷയുടെ അവസാന തീയതി ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, സെപ്റ്റംബർ 10 വരെ അപേക്ഷിക്കാമെന്നതാണ് നിലവിലെ അറിയിപ്പ്. അപേക്ഷാ ഫോറം മൈനോറിറ്റി വെൽഫെയർ വകുപ്പിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപേക്ഷയോടൊപ്പം ആവശ്യമായ രേഖകൾ സമർപ്പിക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് റേഷൻ കാർഡ് പകർപ്പ്, കരമടച്ച രസീത്, അതുപോലെ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആനുകൂല്യം ലഭിച്ചിട്ടില്ലെന്ന തദ്ദേശ സ്ഥാപനത്തിന്റെ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകൾ ആവശ്യപ്പെടാം. അതിനാൽ അപേക്ഷിക്കുന്നതിന് മുൻപ് ഔദ്യോഗിക അറിയിപ്പിലെ രേഖകൾ പട്ടിക പരിശോധിക്കുക. ഇനി LPG ഗ്യാസ് ഉപഭോക്താക്കൾക്ക് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. LPG EKYC ചെയ്യാനുള്ള സമയപരിധി ഓഗസ്റ്റ് 23 വരെ നീട്ടിയതായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഇന്ത്യൻ HP ഗ്യാസ്, ഭാരത് ഗ്യാസ് ഉപഭോക്താക്കൾ EKYC സംബന്ധിച്ച നടപടികൾ പൂർത്തിയാക്കണം. നേരത്തെ ഓഗസ്റ്റ് 16 ആയിരുന്നു സമയം
സമയപരിധി സാങ്കേതിക പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ സമയപരിധി ഓഗസ്റ്റ് 23 വരെ നീട്ടിയതായി റിപ്പോർട്ടുകൾ പറയുന്നു. അതിനാൽ നിങ്ങൾ ഇതുവരെ ഈ KYC ചെയ്തിട്ടില്ലെങ്കിൽ ഇനി വൈകിക്കരുത്. ബന്ധപ്പെട്ട LPG കമ്പനിയുടെ ഔദ്യോഗിക ആപ്പ് സേവനം ഉപയോഗിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്യാസ് വിതരണ ഏജൻസിയെ സമീപിച്ചോ നടപടികൾ നിങ്ങൾക്ക് പൂർത്തിയാക്കാവുന്നതാണ്. ഓൺലൈനായി ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഗ്യാസ് ഏജൻസിയിൽ നേരിട്ടെത്തി സഹായം തേടാം. വളരെ പ്രധാനപ്പെട്ട മുന്നറിയിപ്പ്: വാട്സപ്പിലോ SMS-ലോ ലഭിക്കുന്ന പരിചിതമല്ലാത്ത ലിങ്കിൽ കയറി ഈ KYC ചെയ്യരുത്. OTP, ബാങ്ക് പിൻ, ATM പിൻ, UPI പിൻ തുടങ്ങിയ രഹസ്യ വിവരങ്ങൾ ആരോടും പങ്കുവെക്കരുത്. ഈ KYC എന്ന പേരിൽ വരുന്ന വ്യാജ ലിങ്കുകൾ സൂക്ഷിക്കാനും മറക്കരുത്. നിങ്ങളുടെ അക്കൗണ്ടിൽ പണം സീറോ ആവാൻ വളരെയധികം ചാൻസ് കൂടിയ ഒരു കാര്യമാണ് ഈ OTP ഷെയർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം. ഇനി തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്തയാണ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലും അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയിലും 100 ദിവസം ജോലി പൂർത്തിയാക്കിയ തൊഴിലാളികൾക്ക് ഓണം പ്രമാണിച്ച് 1200 രൂപയുടെ ആനുകൂല്യം നൽകുന്ന സംവിധാനം നിലവിലുണ്ട്. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിലെ നഗരപ്രദേശങ്ങളിലെ കുടുംബങ്ങൾക്ക് സാമ്പത്തിക വർഷത്തിൽ 100 ദിവസത്തെ തൊഴിലുറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയാണ്. അതുകൊണ്ട് 100 ദിവസത്തെ പണി പൂർത്തിയാക്കിയവർക്ക് 1200 രൂപ വീതം അനുവദിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ 100 ദിവസം ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്ത്, നഗരസഭ ബന്ധപ്പെട്ട തൊഴിലുറപ്പ് സംവിധാനത്തിൽ ആനുകൂല്യത്തിന്റെ നിലവിലെ പേയ്മെന്റ് സ്ഥിതി പരിശോധിക്കുക. ഇനി നമ്മുടെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് PM കിസാൻ 24ാം ഗഡുവിനെ പറ്റിയുള്ള വാർത്തയാണ്. ഇപ്പോൾ പല കർഷകരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഈ 24ാം ഗഡു എപ്പോൾ അക്കൗണ്ടിലെത്തും? ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. 2026 ഓഗസ്റ്റ് 21 വരെയുള്ള ഔദ്യോഗിക PM കിസാൻ പോർട്ടലിൽ 24ാം ഗഡുവിന്റെ കൃത്യമായ റിലീസ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നതിന് 23ാം ഗഡു 2026 ജൂൺ 20 വിതരണം ചെയ്തു എന്നതാണ്. അതിനാൽ PM കിസാൻ ഔദ്യോഗിക പോർട്ടൽ അനുസരിച്ച് പദ്ധതി പ്രകാരം അർഹരായ കർഷകർക്ക് 6000 രൂപ വീതം 3 തുല്യ ഗഡുക്കളായിട്ടാണ് വിതരണം നടക്കുന്നത്. 24ാം ഗഡു മുൻപ് കർഷകർ നിങ്ങൾ പ്രധാനമായി 24ാം ഗഡു ലഭിക്കുന്നതിന് മുമ്പ് പ്രധാനമായും ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത് ഈ KYC പൂർത്തിയാക്കിയിട്ടുണ്ടോ, രണ്ടാമത് കർഷക രജിസ്ട്രേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ശരിയാണോ, ആധാർ സീഡിംഗ് സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഭൂമി ബെനിഫിഷ്യറി വിവരങ്ങളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതുപോലെ തന്നെ നിങ്ങളുടെ ഈ KYC സംബന്ധിച്ച ചില രേഖകളിൽ പിഴവുണ്ടെങ്കിൽ പോലും ഇങ്ങനെ സംഭവിക്കാം. പേരിലും അതുപോലെ PM കിസാൻ പോർട്ടലിലും വ്യത്യസ്ത പേരാണെങ്കിൽ പോലും നിങ്ങൾക്ക് പണം മുടങ്ങാൻ സാധ്യത കൂടുതലാണ്. PM കിസാൻ അധികൃതർ ചില ഗുണഭോക്താക്കളെ സംബന്ധിച്ച് എലിജിബിലിറ്റി എക്സ്ക്ലൂഷൻ പരിശോധന നടത്തുന്നതായി ഔദ്യോഗിക പോർട്ടൽ വ്യക്തമാക്കുന്നുണ്ട്. 2019 ഫെബ്രുവരി 1 ശേഷം ഭൂമിയുടെ ഉടമസ്ഥാവകാശം നേടിയ ചില കേസുകൾ, ഒരേ കുടുംബത്തിലെ ഒന്നിലധികം അംഗങ്ങൾ ആനുകൂല്യം സ്വീകരിക്കുന്ന കേസുകൾ തുടങ്ങിയവ പരിശോധിക്കപ്പെടാം. ഇത്തരം കേസുകളിൽ ഫിസിക്കൽ വെരിഫിക്കേഷൻ പൂർത്തിയാക്കുന്നതുവരെ ആനുകൂല്യം തടഞ്ഞുവെക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഔദ്യോഗിക പോർട്ടൽ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് 24ാം ഗഡു വരുമെന്ന് മാത്രം കാത്തിരിക്കാതെ ഇപ്പോൾ തന്നെ PM കിസാൻ സ്റ്റാറ്റസ് പരിശോധിക്കുക. കർഷകർക്ക് മറ്റൊരു പ്രധാന സന്തോഷ വാർത്തയും കൂടിയുണ്ട്. 2026-27 മുതൽ 2030-2031 വരെയുള്ള കാലയളവിലേക്ക് PM കിസാൻ പദ്ധതി തുടരാൻ കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇതിനായി 3.15 ലക്ഷം കോടി രൂപയുടെ സാമ്പത്തിക വിഹിതം അനുവദിച്ചിട്ടുമുണ്ട്. അതായത് PM കിസാൻ പദ്ധതി അവസാനിക്കുന്നു എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ ഇനി വിശ്വസിക്കേണ്ടതില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ പ്രധാനമായും ഈ 24ാം ഗഡു ഇനി ഒക്ടോബർ മാസത്തിലേക്കാണ് വിതരണം എന്ന് പല മാധ്യമ റിപ്പോർട്ടുകളും പ്രചരിക്കുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ ഇതുവരെ ഔദ്യോഗിക പോർട്ടലിൽ വന്നിട്ടില്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങളുടെ ഈ ജോലികളെല്ലാം ചെയ്തു തീർത്താൽ മാത്രമേ നിങ്ങൾക്ക് 24ാം ഗഡു ലഭിക്കുകയുള്ളൂ. നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്താനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.